ഏതായാലും പിണറായിയുടെ കേരയിൽ ആ മഞ്ഞക്കുറ്റിപ്പഴുത് ദൂരം അറിയാൻ തീരുമാനിച്ചതായി കഴിഞ്ഞു. ഇനി ഏതായാലും പൂർണ്ണമായി ഇല്ലാതായി. ഇല്ല ആ ശല്യം ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം. അത്രയും ആളുകളുടെ ജീവിതം ദുരിതത്തിലാക്കിയ ഏതായാലും കിട്ടാനുള്ള കമ്മീഷനൊക്കെ അവരൊക്കെ വാങ്ങിച്ചാണ്. ഇനി രാഷ്ട്രീയക്കാരൻ കമ്മീഷൻ വാങ്ങി തിരിച്ചു കൊടുക്കില്ല. അല്ല, ഇതിനകത്ത് നമ്മൾ പ്രാഥമികമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, കേരളം പോലെ ഒരു ഇടുങ്ങിയ സംസ്ഥാനത്ത്, ഭൂമി ലഭ്യത ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനത്ത് വീണ്ടും ഒരു ഭൂമിയേറ്റൽ കൂടി താങ്ങാനുള്ള ശേഷി നമ്മുടെ ജനങ്ങൾക്കില്ല. അപ്പൊ അവിടെയാണ് ഏറ്റവും വലിയ ആന മണ്ടത്തരം പോലെ ഇവർ ഈ കേരളയിൽ കൊണ്ടുവരും. അവർക്ക് നടക്കൂലെന്ന് അവർക്കും അറിയാം. ഇതിന്റെ കമ്മീഷൻ അടിച്ചു കാണും. ഇത് ആദ്യമേ തന്നെ ഇതിന്റെ പദ്ധതി രേഖ DPR വരുമ്പോൾ തന്നെ ഇവർ പകുതി പൈസ മേടിച്ചു. അപ്പം അതിന്റെ കമ്മീഷൻ ഇനത്തിലുള്ള പകുതി പൈസ അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, CMRL എന്നൊക്കെ മേടിച്ചേക്കുന്നത് കാണുമ്പോൾ ആ രീതിയിൽ എവിടെയോ അവർ ഒപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ പ്രധാന പദ്ധതി കേരളിന് ബദലായിട്ട് ഹൈസ്പീഡ് കോറിഡോർ. അപ്പോൾ ഞാനിത് ഈ വാർത്ത വായിച്ചപ്പോൾ നമ്മുടെ ശ്രീധരനാണ്. എനിക്കതിൽ വളരെ ഒരു സന്തോഷം തോന്നിയ കാര്യം, ശ്രീധരൻ അദ്ദേഹം BJPയിൽ ചേരുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് BJP മത്സരിച്ച ആളുമാണ്. പക്ഷേ അദ്ദേഹം കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി രാഷ്ട്രീയമൊന്നും നോക്കിയില്ല. അദ്ദേഹം വളരെ കൃത്യമായ പദ്ധതിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരിക്കുന്നു. അത് മുസ്ലിം ലീഗ് MLA-യോടൊപ്പം. അപ്പോൾ അതാണ് ഇതിനകത്ത് നൗഷാദ് അലി കോൺഗ്രസ് MLA ആണെന്ന് തോന്നുന്നു. നൗഷാദ് അലിയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ MLA. അതെ. അപ്പം അതിനൊപ്പം അദ്ദേഹം സന്ദർശിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായ ചില കണക്കുകളുണ്ട്. അതായത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 430 കിലോമീറ്റർ, അത് 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് എത്തും. തിരുവനന്തപുരത്തു നിന്ന് വിടുന്ന ഈ അതിവേഗ ട്രെയിൻ 3.25 മണിക്കൂർ 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് കണ്ണൂരിലെത്തും. രാവിലെ 6 മണിക്ക് 9 മണിക്ക് കണ്ണൂരെത്തും വണ്ടി. അപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ വിമാനത്തെ കയറുന്നത് ഇതുമൊക്കെ ഏതാണ്ട് തുല്യമായിട്ട് വരും, ഇല്ലേ? ചെറിയ വ്യത്യാസം വരത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇനി ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇതിൽ 70% തൂണുകളിലൂടെ എലിവേറ്റഡ് പാതയാണ്. അതായത് നമ്മുടെ മെട്രോ റെയിൽ കൊച്ചിയിൽ പോകുന്ന പോലെ തൂണുകളിലൂടെയാണല്ലോ പോകുന്നത്, അതുപോലെ എലിവേറ്റഡ് പാതയാണ്. അതിൻ്റെ ബാക്കി 20% ടണലാണ്. അപ്പോൾ തന്നെ ഭൂമി ഏറ്റെടുപ്പ് എന്ന് പറയുന്ന 90% ഭൂമി വേണ്ട, വെറും 10% ഭൂമി ഏറ്റെടുക്കുക. ഈ 10% ഭൂമി, ഇത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. കേരളിൻ്റെ പ്രശ്നം എന്താ? കേരളിൻ്റെ വിഷയത്തിൽ മുഴുവൻ ഭൂമിയും ഏറ്റെടുത്തേ പറ്റൂ. അല്ല, അത് കേരളയിൽ വേറെ സംവിധാനമാണല്ലോ, ഇതല്ലല്ലോ. ഇത് അങ്ങനെയല്ല. അത് മാത്രമല്ല, കേരളയിൽ വന്നു കഴിയുമ്പോൾ കേരളിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഈ ഭൂമി ഏറ്റെടുക്കുന്ന അവിടെ നിൽക്കട്ടെ, തണ്ണീർത്തടങ്ങളും ചതുപ്പ് നിലങ്ങളുടെ നടുക്കുകൂടിയാണ് ഇത് വരുന്നത്. ഇത് വരുന്നതോടെ സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെടും. ഈ പമ്പയുടെ ആണെങ്കിലും നദികളുടെ ആണെങ്കിലും വലിയ ജലദൗർലഭ്യത്തെ നേരിടേണ്ടി വരും എന്നുള്ളതായിരുന്നു വലിയ പരാതി. ദൗർലഭ്യം മാത്രമല്ല, വെള്ളപ്പൊക്കത്തെ നേരിടേണ്ടി വരും. ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ഥലമില്ലാതെ വരും. അതാ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഒരു പദ്ധതിയായിരുന്നു കേരള സിൽവർ ലൈൻ എന്ന് പറയുന്നത്. ഇത് പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാര്യം, 90% ഭൂമിയും ഏറ്റെടുക്കേണ്ടി വരില്ല. 10% മതി. എലിവേറ്റഡ് ഹൈവേ ആണ്. പക്ഷേ അപ്പോൾ ചിലവ് കൂടും. ഇതിന് ചിലവ് കൂടും. കാരണം ഈ തൂണുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഏതാണ്ട് 86,000 കോടി മുതൽ 1,00,000 കോടി വരെ ആണ് ഇതിൻ്റെ ചിലവ് വരുന്നത്. ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തുക, ഇത് നടപ്പാക്കിയെടുക്കുക, ചിലപ്പോൾ ഈ തുക ഒന്നും ആയിരിക്കില്ല, ഇതിനേക്കാളും പൈസ ആവുകയും ചെയ്യും. പക്ഷേ കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനം സംബന്ധിച്ച് നമ്മൾ അതിവേഗം വളരുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു സംവിധാനങ്ങൾക്ക് ഈ ഒരു ഹൈസ്പീഡ് ട്രെയിൻ പറഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഇന്നലെയാണ് ശ്രീധരൻ, അതായത് അദ്ദേഹം ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു. 15 മിനിറ്റോളം പുള്ളി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഈ കേരളിന് ബദലായിട്ട് അദ്ദേഹം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ പദ്ധതി പ്രഖ്യാപിച്ചു. അപ്പോൾ കേരള സർക്കാരിന് അതിനകത്ത് അനക്കമില്ല. അദ്ദേഹം ഇതുമായിട്ട് കേന്ദ്രത്തെ പോയിക്കൊണ്ടു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെയും എനിക്കൊന്ന് നരേന്ദ്രമോദിയെ ധരിപ്പിച്ചു എന്നാണ് ഞാൻ ഓർക്കുന്നത്. കൃത്യമായിട്ട് ഞാൻ ഒന്ന് വാർത്ത വായിച്ചായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പം അദ്ദേഹം ഇത് ബദൽ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. കേരള സർക്കാരിനെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കേരളയിലല്ലാതെ ഒന്നും ഞങ്ങൾ സമ്മതിക്കുകയല്ലോ. അല്ലെ, ശ്രീധരൻ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് എന്താണെന്നറിയാമോ? കമ്മീഷൻ വായിക്കാൻ പറ്റില്ല. കമ്മീഷൻ്റെ ആളല്ല, അദ്ദേഹം കച്ചവടക്കാരനല്ല. അദ്ദേഹം മാനമര്യാദയ്ക്ക് കൃത്യമായിട്ട് ഇത് പണി പൂർത്തിയാക്കി നന്നായിട്ട് ചെയ്യണം എന്ന് നിർബന്ധമുള്ളൂ. അതേ പാമ്പം പാലം, അതുപോലെ കൊങ്കൺ റെയിൽവേ, ഇതൊക്കെ ചെയ്ത അത്ഭുതങ്ങൾ സൃഷ്ടിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. കമ്മീഷൻ വായിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം കേരളം വളരാതിരിക്കുന്ന അവർക്ക് ബാധകമല്ല, കമ്മീഷൻ വേണം.
അപ്പോൾ ഇത് മണിക്കൂറിൽ 200 കിലോമീറ്റർ സ്പീഡിലാണ് ട്രെയിൻ പോകുന്നത്. 200 കിലോമീറ്റർ സ്പീഡ്, 1 മണിക്കൂർ കൊണ്ട് 200 കിലോമീറ്റർ പിന്നിടും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4 വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കും. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കണ്ണൂര്, കരിപ്പൂർ, ഇങ്ങനെ 4 വിമാനത്താവളങ്ങളെ ഇത് ബന്ധിപ്പിക്കുന്നതാണ്. ഇത് വളരെ നല്ല ഒരു ആശയമാണ്. അതായത് മറ്റേത് കമ്മീഷൻ ആദ്യം പറഞ്ഞുറപ്പിച്ചിട്ടാണ് ഈ ആശയം കൊണ്ടുവരുന്നത്. ഇവിടെ ആശയം ആദ്യം കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ പണിയിലേക്ക് നീങ്ങാൻ പോകുന്നത്. അപ്പോൾ കേരളം ഇതിനുമായിട്ട് സഹകരിക്കാമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. നല്ലതാണ്. കേന്ദ്ര സർക്കാർ കൂടി സഹായിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കേരളം പോലുള്ള ഒരു സംസ്ഥാന സംബന്ധിച്ച BJPക്കും കേരളത്തിൽ ചൂടുറപ്പിക്കാനൊക്കെ ഇത് ഒരു പക്ഷേ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ അവർക്ക് ഇതേറെ സഹായകരമാണ്. കേന്ദ്രമാണ് ഇതിന് കൂടുതൽ പണം അനുവദിക്കുന്നതെങ്കിൽ അവർക്കത് ക്രെഡിറ്റ് അവകാശപ്പെടാമല്ലോ. നമുക്കിപ്പോൾ അറിയാമല്ലോ, വന്ദേ ഭാരതിൽ ഒരു ട്രെയിൻ ഒരു ടിക്കറ്റ് കിട്ടത്തില്ല. ഇപ്പം നമ്മൾക്കൊരു അത്യാവശ്യത്തിന് ഇവിടുന്ന് മംഗലാപുരം പോകണമെന്ന് വിചാരിക്കും. രാവിലത്തെ വന്ദേ ഭാരതിന് പോകാമെന്ന് കരുതുക, ഫുള്ളി ബുക്ക്ഡാണ്. ഒരു സംശയം എപ്പോഴും ബുക്ക്ഡാണ്. ഇപ്പം നമ്മൾ അടുത്ത മാസം പോകാൻ പ്ലാൻ ചെയ്താൽ ഈ മാസം ബുക്ക് ചെയ്താലേ ടിക്കറ്റ് കിട്ടും, ഇല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടത്തില്ല. ഫുള്ളി ബുക്ക്ഡാണ്. എന്തുകൊണ്ടാണ്? വൃത്തിയുള്ള, വേഗമുള്ള, പെട്ടെന്ന് ചെല്ലാൻ സാധിക്കുന്ന ട്രെയിൻ, അതിൻ്റെ ടിക്കറ്റ് നിരക്ക് വളരെ കൂടുതലാണ് മറ്റു ട്രെയിനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ അവിടെ സാധാരണക്കാർ പോലും ഈ ട്രെയിനിനെ ആശ്രയിക്കും. പെട്ടെന്ന് പോകാനും വരാനും അത് ഏറെ സഹായകരമാണ്. അതിനുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്, നല്ല സേവനം നമുക്ക് തന്നാൽ നല്ല ഇത് കിട്ടും, നല്ലപോലെ ഇതിന് പ്രതിഫലം റവന്യൂ ഉണ്ടാവും. ഇത് നമ്മളെ ഇന്ത്യയിൽ ഒരു ഏറ്റവും അധികം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഇപ്പോഴും മലയാളികൾ തന്നെ. കേരളത്തിലേ ഉള്ളൂ. ഞങ്ങൾ ഡൽഹിയിൽ നിങ്ങോട്ട് വരും പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരള എക്സ്പ്രസ്സിൽ ഒരു സ്ത്രീ കയറി ബഹളം വയ്ക്കണം. അവർ പറഞ്ഞു മേരാ പാസ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഒരു പാസ്സുണ്ട്, ഞങ്ങൾ സീറ്റ് കയറി ഇരിക്കുകയാണ്, ഞങ്ങൾ ബർത്ത് കയറി ഇരുന്ന് അവർ ബഹളം വയ്ക്കുകയാണ്. അവസാനം ഞങ്ങൾ TTയെ വിളിച്ച് TT വന്ന് പാസ് തരാൻ പറഞ്ഞു. പാസ്സൊന്നുമില്ല, മേരാ പാസ് അത്രയേ ഉള്ളൂ. ഇതാണ് ആള്. അപ്പോൾ പക്ഷേ കേരളത്തിലുള്ള ആരും ഈ കള്ളവണ്ടി കയറി പോകുന്ന പരിപാടി നമുക്ക് തീരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ കാലത്തും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് അവഗണന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഓരോ ജോബ് കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്തൊക്കെ തന്നെയാണ് ഒരുപക്ഷെ കേരളത്തിൽ റെയിൽവേയുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടം. നമുക്ക് ജനശതാബ്ദി കിട്ടിയത് അദ്ദേഹം മന്ത്രിയായ സമയത്താണ്. അതിൽ അമൃത എക്സ്പ്രസ്, വേറെ ഒരുപാട് ട്രെയിനുകൾ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ അനുവദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അതിൽ റെയിൽവേയുടെ കാര്യത്തിൽ കേരളത്തോടുള്ള അവഗണനയുടെ തോത് കുറഞ്ഞു വന്നു. പക്ഷേ നമ്മൾ കേരളം നേരിടുന്ന വലിയ പ്രതിസന്ധി ഇപ്പോൾ ലൈൻ ഇരട്ടിപ്പിക്കാതെ കൂടുതൽ ട്രെയിൻ അനുവദിക്കാൻ കഴിയില്ല. ഇനി ലൈൻ ഇരട്ടിപ്പിക്കാൻ നടക്കുകയില്ല. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ 2 ഡബിൾ ലൈൻ ആയി. ഇപ്പോൾ കോട്ടയം വഴി ഡബിൾ ലൈൻ ആയി, ആലപ്പുഴ വഴി. ആലപ്പുഴ അത്ര എളുപ്പമല്ല, അത് തീരദേശമായുണ്ട്. അപ്പോൾ പക്ഷേ ഇനി കോട്ടയത്തിന്റെ ട്രിപ്പിൾ ലൈൻ, 3ാമത്തെ ലൈൻ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതൊരു വലിയ പണിയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇങ്ങനെയുള്ള ട്രെയിനുകൾ നമുക്ക് ഈ ആഭ്യന്തര സർവീസിന് പറ്റും. അതായത് കേരളത്തിനുള്ളിൽ അങ്ങോട്ട്. പിന്നെ തന്നെ നമുക്കിപ്പോൾ അറിയാം നമ്മുടെ ട്രെയിനുകളിലെ തിരക്ക്. നമ്മുടെ ഒരു ട്രെയിനിലും കാല് കുത്താനുള്ള സ്ഥലമില്ല, അറിയാമല്ലോ. രാവിലെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം പോകുന്ന ട്രെയിനിൽ കയറി നോക്കും, ഒറ്റ ട്രെയിനിൽ സീറ്റ് കിട്ടത്തില്ല. ആ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല. എല്ലാം ഇതായിട്ട് പോകണം. എന്താണെങ്കിലും ഈ ശ്രീധരൻ്റെ ഈ ഒരു സംരംഭം നല്ലതാണ്, വളരെ നല്ലൊരു ആശയമാണ്. അതൊന്ന് നടപ്പായി കിട്ടിയാൽ എല്ലാവരും ജനങ്ങളെ ദ്രോഹിക്കാത്ത തരത്തിലുള്ളതാണ്. ഇത് ഈ നമ്മുടെ നാട്ടിൽ വികസനം വരണമെന്ന് പറയുമ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇവർ ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലായിരിക്കും പലപ്പോഴും പത്ത് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് CPM ഭരിക്കും. അവർക്ക് ഈ ഇലക്ഷനെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ കണ്ടുകൂടും, ജനങ്ങൾ ശത്രുക്കളാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിസ്ഥിതിയിൽ പ്രധാനം കമ്മീഷൻ ലക്ഷ്യമിട്ട് മാത്രം നടത്തുന്ന വികസനങ്ങൾ അവർ രംഗത്തിറങ്ങി അതെല്ലാം പൊളിയുകയും ചെയ്യും. പക്ഷേ ഈ ശ്രീധരനെ നമുക്ക് വിശ്വാസമാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും ഈ ശ്രീധരൻ്റെ വിശ്വാസം. സത്യസന്ധനാണ് ഇതിൻ്റെ മുഖം. അദ്ദേഹത്തിനെ കൊണ്ട് ഇത് നടക്കും എന്ന് നമ്മൾ കരുതുന്നു. ഈ പ്രായത്തിലും അദ്ദേഹം കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇത്രയും സജീവമായ പദ്ധതികളെ രംഗത്തിറങ്ങുന്നു എന്നുള്ളത് മോശമല്ല. ഡൽഹി മെട്രോ അവർ തന്നെ അറിയുന്നത് എനിക്കൊന്നും അങ്ങനെ അതിന് അനുമതി ലഭിച്ചാൽ ഒരുപക്ഷെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും സാധ്യതയുള്ളത്. ആര് നടത്തിയാലും അത് ഈ ശ്രീധരനാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നമുക്ക് വിശ്വാസ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് എത്രയും വേഗം നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത്. അതെ.